മമ്മി, ശ്യാമയെ കൊന്നാ പിന്നെ എന്റെ പാട്ട് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? അതാ ഞാനും ആലോചിക്കുന്നത്. അവളെ ആനന്ദ നിലയത്തിന്ന് പുറത്താക്കിയാ മതി, കൊല്ലണ്ടായിരുന്നു. വലിയൊരു പ്രശ്നം മുൻപിൽ കിടക്കുകയല്ലേ. ഞാനാണെങ്കിൽ വിവേകിനെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയി. വിവേകും അയാളുടെ എന്റെ കല്യാണം നടക്കണമെങ്കിൽ ഇവളുടെ പാട്ടില്ലാതെ കഴിയൂ? നീ വിവേകിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കൊന്നും വേണ്ട, കഷ്ടിച്ച് സ്നേഹിച്ചാ മതി. എന്റെ മമ്മി, വിവേകിന് പാട്ടെന്ന് പറഞ്ഞ ഒരു തരം ഭ്രാന്ത. ഇവളെ കൊന്നു കഴിഞ്ഞ പിന്നെ ഞാൻ ആരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും? ജഗന്നാഥ സാർ അവളുടെ കൈയും കാലും അടിച്ചുടിച്ച് വിട്ടാ മതിയായിരുന്നു. പക്ഷേ അപ്പോഴും പാട്ട് പാടിപ്പിക്കുന്ന എങ്ങനെയാ മമ്മി? ഒരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കും, അതിലിരുത്തി പാട്ട് പാടിപ്പിക്കും. നമ്മുടെ വീട്ടിലൊരു മുറി കൊടുക്കാം. അവള് നമ്മുടെ അടിമയായി ജീവിതകാലം മുഴുവനും അവിടെ കഴിഞ്ഞോട്ടെ. അത് കൊള്ളാം. ഈ ജഗന്നാഥ സാറെ ഒരു യമകാലനാ. കൊല്ലാൻ കയറുമെടുത്ത് പോത്തിന് മേൽ കയറിയാൽ പിന്നെ കൊന്നിരിക്കും. അയ്യോ, ഈ ഭയം എത്ര കാലം മുമ്പ് മുതലേ ഉള്ളതാണ്? അത് അഖിൽ സാറിന്റെ ബാല്യകാലം മുതലേ ഉള്ളതാ. ഈ ഡാർക്ക് ഫോബിയ വരുമ്പോ അഖില് മരണോപ്രാളം പോലെ കാണിക്കാറുണ്ടോ? ആ, ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയാ സാർ കാണിക്കുന്നത്. ഈ ഇരുട്ടില് പെട്ടുപോയി കഴിഞ്ഞാൽ അലറി നിലവിളിക്കും. ശരീരഹാസകലം പെടഞ്ഞ് അത് കണ്ടു നിൽക്കാൻ വരെ പേടിയാ ഡോക്ടർ. ബാല്യകാലത്ത് കിഡ്നാപ്പേഴ്സ് തട്ടിക്കൊണ്ടുപോയി അഖിലിനെ, അല്ലേ? അതെ, കാശിനു വേണ്ടിയായിരുന്നു. എന്നിട്ട് ഒരു ഇരുട്ടുമുറിയിലെ ദിവസങ്ങളോളം പൂട്ടിയിട്ടു. അന്നു മുതലാ അഖിൽ സാറിന് ഈ അസുഖം ഉണ്ടായത്. അസുഖം കൂടി കൊണ്ടായിരിക്കും അമ്മയ്ക്ക് വലിയ വാത്സല്യവും സ്നേഹവും ഒക്കെ അഖിൽ സാറിനോട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അപ്പൊ പിന്നെ ഒരു അമ്മക്കുട്ടിയായിട്ടായിരിക്കും അഖില് വളർന്നത്. അതെ. ശ്യാമയും അഖിലും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസമാവുന്നു. ഓ, 6 months. അല്ല, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നതിന് മുമ്പ് അഖിൽ ഒറ്റയ്ക്കായിരുന്നു പുറത്തൊക്കെ പോയിരുന്നത്? അല്ല, അഖിൽ സാറിനെ നോക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ എപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. അല്ല, ഈ ഭർത്താവിനെ ഇങ്ങനെ സാറെന്ന് വിളിക്കാൻ പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ? ഇല്ല, കല്യാണം കഴിക്കുന്നതിന് മുൻപേ എനിക്ക് സാറുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ വിളിച്ചിരുന്നത് സാറെന്നായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ടും തുടർന്നു. നിങ്ങളുടേത് പ്രേമവിവാഹമായിരുന്നോ? അയ്യോ അല്ല, എനിക്ക് സാറിനോട് ഒരു വല്ലാത്ത ആരാധനയായിരുന്നു. സാറിന് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ പ്രേമമൊന്നും ആയിരുന്നില്ല. എന്തായാലും ആരാധിച്ച ആളെ ശ്യാമയ്ക്കും ഇഷ്ടമുള്ള ആളിനെ അഖിലിനും കിട്ടി. ഇതാ നല്ലത്. ഇനി മരണം വരെ പ്രേമിക്കാമല്ലോ. ഇത്രയും നാളും അഖിലിന്റെ പേടി അടിച്ചമർത്തി വെച്ചതാണ് അത് ഇത്രയും വളരാനും വഷളാവാനും കാരണം. ഡാർക്ക് ഫോബിയ ഒരു വലിയ മാനസിക പ്രശ്നമാണ്. തുടക്കകാലത്തെ അതിന് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഏതൊരു രോഗവും പോലെ അത് വളരും.
അമ്മയുടെ സ്നേഹവും വാത്സല്യവും അഖിലിന്റെ പേടി കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണുണ്ടായത്. അല്ല, ഞാൻ അമ്മയെ കുറ്റം പറയൊന്നുമല്ല, അതാണ് അതിന്റെ സത്യം. ശ്യാമേ, ഇതിന് മെഡിസിൻസ് ഒന്നും അല്ല വേണ്ടത്. ചില ഇൻസിഡൻസിലൂടെ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. ശ്യാമയ്ക്ക് മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, അഖിലിന് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് ഇരുട്ടത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ ഇരുട്ടിന്റെ ഭീകരത മറന്ന് അഖിൽ ആ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തും. അത് ഉറപ്പാ. അഖിലിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? അത് ഞാനും അമ്മയും. അപ്പൊ ശ്യാമയെ കുറ്റിരുട്ടത്ത് വെച്ച് കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചു വന്നിരിക്കട്ടെ. അഖിൽ ഇരുട്ട് മറന്ന് പറന്ന് വന്ന് ശ്യാമയെ രക്ഷപ്പെടുന്നു. ഡോക്ടർ, അങ്ങനൊരു സിറ്റുവേഷൻ ശ്യാമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ? കുറെ ഗുണ്ടകൾ, ഒറിജിനൽ അല്ല കേട്ടോ, എന്നാൽ അത് ഒറിജിനൽ അക്രമികളാണെന്ന് അഖിലിന് തോന്നുകയും ചെയ്യണം. അവർ ശ്യാമയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അഖിൽ ശ്യാമയെ ഇരുട്ടിനെ മറന്ന് രക്ഷപ്പെടുത്തും. ഈ പേടി ഒരു 50% മാറുകയും ചെയ്യും. ഡോക്ടർ, ഷുവർ. എങ്ങനെ എനിക്ക് അഖിൽ സാറിന്റെ പേടി മാറ്റിയേ പറ്റൂ? ഞാനൊന്ന് ആലോചിച്ചിട്ട് ഇതിനൊരു പോംവഴി കണ്ടെത്താം. വെരി ഗുഡ്. ഈ കാര്യം ചെയ്തിട്ട് ശ്യാം എന്നെ വിവരം അറിയിക്കും. താങ്ക് യു ഡോക്ടർ. ശരി. അരവിന്ദന് നല്ല മനപ്രയാസമുണ്ട് വാസുവേട്ട. വാസുവേട്ടൻ ഈ സെക്യൂരിറ്റി പണിക്ക് പോകുന്നതില്. ആ, ദേവകി അവനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇതൊരു അന്തസ്സുള്ള തൊഴിലാണെന്ന്. സോപാന സംഗീതവും അഷ്ടപതി പാട്ടോ ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല ഞാൻ ഈ പണിക്ക് പോകുന്നതെന്ന് കൂടെ അവനോട് പറ. മോനെ അപ്പു. എന്താ അച്ഛാ? എന്റെ മോൻ കൂടെ കേൾക്കാനാ അച്ഛനീ പറയുന്നേ. തൊഴിലെടുത്ത് ജീവിക്കുന്നതിൽ ഒരന്തസ്സുകേടുമില്ല. ഏതൊരു തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട് കേട്ടോ. ദേവകി, ഈ ഊരാഴ്മ ക്ഷേത്രത്തിലെ കഴക ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജോലിക്ക് പോകുന്നേ. എന്നാലും അവന് നല്ല സങ്കടമുണ്ട്. ആ, അവന് നല്ലൊരു ജോലി കിട്ടട്ടെ ദേവകി. അപ്പം ഞാനിത് നിർത്തിക്കോളാമെന്ന് നീ അവനോട് പറ. അവൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള ചെറുക്കനല്ലേ, അവനോടൊരു സെക്യൂരിറ്റി പണിക്ക് പോകാൻ പറയാൻ പറ്റൂ? ബഹുമാന്യരായ മാതാപിതാക്കളോടും പിന്നെ കളക്ടർ ഉദ്യോഗത്തിന് പഠിക്കുന്ന ഈ മന്ദപ്പയും കേൾക്കാൻ വേണ്ടി എന്റെ ഒരു ചോദ്യം. ഏട്ടത്തി ക്വിസ് മത്സരത്തിന് പോകുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാൻ. നീ അധികം മിണ്ടണ്ട. തല ഇവിടെ നിൽക്കുമ്പോ നീ വാലാട്ടണ്ട കേട്ടോ. മോടെ ചോദ്യം എന്താ? ഈ ത്രിശങ്കു സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ എങ്ങും എങ്ങും എത്താത്ത അവസ്ഥ എന്ന അർത്ഥമെന്ന് എനിക്ക് തോന്നുന്നേ. ആ, ഈ ചെകുത്താനും കടലിനും ഇടയിൽ എന്താ അർത്ഥം? ആ, എന്റെ മോളെ, ഞാൻ ഈ മലയാളം മുൻഷിയൊന്നുമല്ല. അന്തം വിട്ടിയൊരവസ്ഥ എന്ന് തന്നെ അതിന്റെ അർത്ഥം. എന്നാലേ ഞാനിപ്പോ അന്തം വിട്ട അവസ്ഥയില. ആ ബ്രോക്കർ കരമന ഗോപാലിനെ എങ്ങാനും കണ്ടാലുണ്ടല്ലോ, ഞാൻ അവനെ അടിച്ചോടിക്കും. എന്തിനേട്ടത്തി? ആ, അവനാണ് പ്രശസ്തമായ ഞങ്ങളുടെ ഇണ്ടംബരത്തി തറവാട്ടിലേക്ക് ഈ മഹത്തായ കല്യാണാലോചന കൊണ്ടുവന്നത്. തെക്കുന്തല വാര്യൊന്നൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി ഏതാണ്ട് അണ്ടകടാഹ ബ്രഹ്മാണ്ഡ ഫാമിലിയാണെന്ന്. അടുപ്പിനകത്ത് പൂച്ച പെറ്റ് കിടക്കാണെന്ന് പിന്നെയല്ലേ മനസ്സിലായത്.
പിന്നെ ചെറുക്കൻ തെക്കുംതല വാര്യത്തെ അരവിന്ദ പൊതുവാൾ. എന്റെ അമ്മോ, ബെൻസ് കാറിൽ വന്നിറങ്ങുന്ന ഒരു സുന്ദരമായ രൂപമായിരുന്നു മനസ്സിൽ. എന്റെ സ്വപ്നങ്ങളൊക്കെ നായ നക്കിയില്ലേ. ആ ദാ വരുന്നുണ്ട്. ദേ വരുന്നു അരവിന്ദ പൊതുവാൾ. എന്റെ തലയ്ക്ക് നേരെ ഉയർന്ന കൊടുവാളാണിതെന്ന് പിന്നീടാണല്ലോ ഈശ്വര എനിക്ക് മനസ്സിലായത്. എന്താ ഇവിടെ ഇണ്ടംബരത്തി തിയേറ്റേഴ്സിന്റെ ഹാസ്യ നാടകം? അല്ല, തെക്കുംതല വാരി അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം. പേര് പൊതുവാളുകളും കൊടുവാളുകളും. ഇവളെ ഞാനിന്ന് വല്ല ഊളം പറയലും കൊണ്ടിടും. നിങ്ങളെന്നെ ഭ്രാന്തിയാക്കുമല്ലേ? ഓ ദേ വരുന്നു പുന്നാര പെങ്ങള്. ഇവളുടെ തലയിലോട്ട് എഴുതിയത് ദൈവം, എന്റെ തലയിലോട്ട് എഴുതിയത് ചെകുത്താൻ. മോളെ എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ വേറൊരു കാര്യത്തിന് ഇറങ്ങിയതാ അച്ഛാ. എന്നാ പിന്നെ അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അപ്പോ കോളടിച്ചല്ലേ ഏട്ടാ. മോളെ ഏട്ടത്തി എന്താ ഏട്ടത്തി മിണ്ടാതെ നിൽക്കുന്നു? ഓ, മിണ്ടാനും കൂടെ ഫലിത ബിന്ദുക്കൾ പറയാനും ഞാനിവിടെ നല്ല സമാധാനത്തിലാണല്ലോ കഴിയുന്നത്. എന്താ അമ്മേ, ഇവിടെ വഴക്കുണ്ടായോ? ഒരു വഴക്കുമില്ല മോളെ. ഈ നിൽക്കുന്ന ഇണ്ടംബരത്തിന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ഓ, കൊടീശ്വരിയായ മകള് വന്നല്ലോ. ദരിദ്രവാസിയായ മരുമോളെ അകത്തേക്ക് പോയേക്കാം. ഏട്ടത്തി നീ പോടി. മോൾക്ക, ഞാൻ മോളെക്കുറിച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടില് ഒരു നല്ല കുട്ടിയുണ്ടെന്നും അവള് നമ്മുടെ മോളെ പോലെയാണെന്നൊക്കെ അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോ അവക്ക് വലിയ സന്തോഷമായി. കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് കലങ്ങി. അതുകൊണ്ട് വന്നതാ. ഞാൻ കരഞ്ഞതിന് അങ്കിളുടെ ചങ്കതിനെ കലങ്ങുന്ന മോളെപ്പോഴും പറയാറില്ലേ മോളുടെ അച്ഛനുമായിട്ട് എനിക്ക് സാമ്യമുണ്ടെന്ന്? അതായിരിക്കും. മോള് കരഞ്ഞപ്പോ അച്ഛന് അല്ല അങ്കിളിന് നല്ല വിഷമം വന്നു. എന്റെ അച്ഛനാ എന്റെ ഭർത്താവിന്റെ വീട്ടിലെ സെക്യൂരിറ്റി. എന്റെ ദൈവമേ, എന്താ മോളെ? മോളെ നിനക്കെന്താ പറ്റിയേ? ഒന്നുമില്ല അച്ഛാ. ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, അവിടെ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഏട്ടനൊന്ന് വരുമോ? വാ. എന്താ മോളെ, ആനന്ദ നിലയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ഏട്ടാ.
ഞാൻ ഏട്ടനോട് വേറൊരു കാര്യം പറയാനാണ് വന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. പറയുമോളെ. ഏട്ടാ, ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നു. സൈക്കാട്രിസ്റ്റിനെയോ? അതിന്? അഖിൽ സാറിന്റെ ഈ ഡാർക്ക് ഫോബിയ മാറ്റാൻ, ഇരുട്ടിനോടുള്ള പേടി. ആ, അത് കൊള്ളാം. അഖിയുടെ അസുഖം മാറ്റിയേ പറ്റൂ. ആ അസുഖം മാറ്റിയാലേ തറവാട്ടിൽ എന്നെ അംഗീകരിക്കുമെന്ന് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, അപ്പോ നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ഒരു നാടകം കളിക്കണം അല്ലേ? അതെ. ആ വക നാടകം കളിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാനും എൻ്റെ കൂട്ടുകാരും ഉണ്ട്. ഞാൻ വെളിച്ചത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നാൽ മതിയല്ലോ. ആ കാര്യങ്ങളൊക്കെ ഒരു സംശയവും കൂടാതെ നമുക്ക് കൈകാര്യം ചെയ്യാം. നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് ഒരു ഡ്രാമ പ്ലാൻ ചെയ്താ അഖി ഏത് ഇരുട്ടത്തായാലും കയറി ഫൈറ്റ് ചെയ്യും. പക്ഷേ എന്താ ഇതൊരു കൈവിട്ട കളിയായിട്ട് മാറുമോ എന്നൊരു പേടി. അങ്ങനെ വരുമോ? സൂക്ഷിച്ച് ചെയ്താൽ മതി. പക്ഷേ എവിടെ വെച്ച് നമ്മൾ ഈ ഡ്രാമ പ്ലാൻ ചെയ്യും? ആനന്ദ നിലയത്തിൽ വെച്ചോ? അവിടെ വെച്ച് ഒരു കാരണവശാലും ഇത് പറ്റില്ല. അമ്മ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടല്ലേ. മറ്റാരും അറിയാതെ വേണം നമ്മൾ ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്. സമയവും സ്ഥലവും ഒക്കെ സാവകാശം ഒത്തുവരും ഏട്ടാ. ആ കാര്യത്തിൽ ഏട്ടൻ വിഷമിക്കാതെ. ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഇതൊന്ന് പറഞ്ഞു വെക്കാം. സാഹചര്യം അനുകൂലമായി വരുമ്പോൾ നമുക്കത് ചെയ്യാം. എന്തായാലും നീ സമാധാനമായിട്ടിരിക്കെ. അഖിയുടെ ഈ അസുഖം മാറേണ്ടത് ആർക്കും ക്രെഡിറ്റ് കിട്ടാനല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതെ ഏട്ടാ. ഏതായാലും മോള് ധൈര്യമായിട്ടിരിക്കെ. ഈ ഏട്ടൻ എന്ത് സഹായത്തിനും നിന്റെ കൂടെ ഉണ്ട്. ശരി ഏട്ടാ. ശ്യാമ, ഇതെവിടെ പോയതാ? ഈശ്വരാ. ഹലോ സർ. ആ ശ്യാമേ. പറയൂ സർ. ശ്യാമ എവിടെ പോയതാ? ഞാനെങ്ങും പോയില്ലല്ലോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഓ, വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട് സർ. സാർ എന്താ വിളിച്ചേ? ഒന്നുമില്ല ശ്യാമേ, ഞാൻ വെറുതെ വിളിച്ചതാ.